അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ രണ്ടാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിൻ്റെ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർസുസാനി രണ്ടാമത്തെ പാഠം യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹുമ എന്നിവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. നബി പത്നിമാരായ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഭാര്യമാരോടും മരയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം ഉന്നയിച്ചത്. സ്ത്രീ വീടിൻ്റെ വിളക്കാണ്, വീടിൻ്റെ ഐശ്വര്യമാണ്. അതിനാൽ അത്യാവശ്യത്തിന് മാത്രമേ പുറത്തു പോകാവൂ. പുറത്തു പോകുമ്പോൾ ഹിജാബ് ധരിക്കണം. ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. പുരുഷന്മാരെ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിച്ചോ ആകർഷകമായ വസ്ത്രങ്ങൾ ധരിച്ചോ അവൾ പുറത്തിറങ്ങരുത്. പുരുഷന്മാരുമായി ഇടകലർന്ന സാഹചര്യം ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹഖുഖന ത്വരീഖ അലൈകുന്ന ബിഹാഫാത്തി ത്വരീഖ്. നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴിമധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയത്. സ്ത്രീകൾക്ക് ജുമുഅയില്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തും ഇല്ല. എന്നാൽ പുരുഷന്മാർക്ക് മസ്ജിദിൽ വെച്ച് നിസ്കരിച്ചാലേ പൂർണ്ണ പ്രതിഫലം ലഭിക്കൂ. വീടിനകത്ത് വെച്ച് നിസ്കരിക്കുന്നതിലൂടെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. ഉമ്മു ഹുമൈദിനി സാഇദിയ്യ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. സ്വകാര്യ റൂമിൽ നിസ്കരിക്കുന്നതാണ് പബ്ലിക് റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നിന്റെ വീട്ടിലെ പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം കേട്ട് മടങ്ങിയ ഈ മഹദി വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാര സൗകര്യമുണ്ടാക്കുകയും മരണം വരെ അവിടെ വെച്ച് ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്തു. നോക്കൂ, മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നത്. സാധാരണ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമാണ് മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിനുള്ളത്. ഇമാമത്ത് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേതൃത്വം നൽകുന്ന ജമാഅത്തിനേക്കാൾ പ്രതിഫലമുള്ള മറ്റൊരു ജമാഅത്തുമില്ല. ഇത്രയും പ്രാധാന്യമുള്ള ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബി വനിതയെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇതിൽ വലിയ പാഠമുണ്ട്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരികയാണ്. ഇസ്ലാമിക നിയമം അവഗണിച്ച് സ്ത്രീകൾ പുറത്തിറങ്ങുകയും മാന്യതയില്ലാത്ത വേഷങ്ങൾ ധരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ്
സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെല്ലാം ശർഅ മുന്നോട്ട് വെച്ചത്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك അദ്നാ അൻ യുറഫന ഫലാ യുസൈന വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. പ്രവാചകരെ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറയ്ക്കുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നൽ മർഅത ഔറത്തുൻ ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ വഅഖറബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖഅരി ബൈതിഹാ. സ്ത്രീ ഔറത്താണ്. പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തിനോക്കും. അവൾ അല്ലാഹു തആലയിലേക്ക് ഏറ്റവും അടുക്കുന്നത് വീടിന്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഇവിടെ കൊടുത്തിരിക്കുന്നത് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഇസ്തഖിർന, നിങ്ങൾ പിന്നിൽ നടക്കുക. ഹാഫ, സൈഡ്. ത്വരീഖ്, വഴി. ബനാത്ത്, പെൺമക്കൾ. അസ്വാജ്, ഭാര്യമാർ. ഇസ്തശറഫ, എത്തിനോക്കി. നിസാ, സ്ത്രീകൾ. ഹുജ്റത്ത്, പ്രൈവറ്റ് റൂം. ബൈത്ത്, റൂം. റഹ്മത്ത്, കാരുണ്യം. ദാർ, വീട്. ഖഅർ, ഉള്ളറ. അഖ്റബ്, ഏറ്റവും അടുത്തത്. ജിൽബാബ്, പർദ, അതായത് ശരീരമാകെ മറയ്ക്കുന്ന വസ്ത്രം. ഉമ്മു ഹുമൈദിനി സാഇദിയ്യ റളിയല്ലാഹു അൻഹ, ഒരു സ്വഹാബി വനിത. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നുൻശഉൽ ജുമൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കണം. ഒന്നാമത്തെ നോക്കൂ, ഐശ്വര്യം. സ്ത്രീ വീടിന്റെ ഐശ്വര്യമാണ്. അടുത്ത വാക്ക് നോക്കൂ, ആകർഷണം. സ്ത്രീകൾ മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന രീതിയിൽ നടക്കരുത്. അടുത്ത വാക്ക് നോക്കൂ, പ്രതിഫലം. നമ്മുടെ അമലുകൾക്ക് പ്രതിഫലം നൽകുന്നവൻ അല്ലാഹു തആലയാണ്. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നമ്മള ഉൽ ഫറാർ, വിട്ടഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. യുദ്നീന അലൈഹിന്ന മിൻ ഡാഷ് ذلك അദ്നാ അൻ യുറഫ്ന. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ജലാബീബിഹിന്ന. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك അദ്നാ അൻ യുറഫ്ന. 2. ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ ഡാഷ് അത്വരീഖ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് തഹഖുഖ്ന. ഇസ്തഖിർന ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹഖുഖ്ന അത്വരീഖ്. 3. വഅഖ്റബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഡാഷ് ബൈതിഹാ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖഅരി. വഅഖ്റബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിഹാ വഹിയ ഫീ ഖഅരി ബൈതിഹാ. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഇരിക്കുമ്പോൾ ഡാഷ് അവിടേക്ക് കടന്നു വന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും ഇരിക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നു. 5. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ ഡാഷ് പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മഹറമായ. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ഭർത്താവോ മഹറമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്, സന്ദർഭം വ്യക്തമാക്കാനുള്ളതാണ്. അദ്ദേഹം അന്ധനല്ലേ? ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം വ്യക്തമാക്കണം. പത്നിമാരായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അന്ധനായ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഭാര്യമാരോടും
ഭാര്യമാരുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണിത്. 2. നിന്റെ വീടിന്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമം. ഉമ്മു ഹുമൈദിനി സാഇദിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ നിസ്കരിക്കുന്നതാണ് നിനക്കുത്തമമെന്ന് മഹദിയെ ഉപദേശിച്ചു. തദ്രീബാത്തിൽ 5-ാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ 1. നിങ്ങളുടെ കുടുംബത്തിലും അയൽപക്കത്തുമായി എത്ര മുതിർന്ന സ്ത്രീകളുണ്ട്, അവരിൽ പർദ്ദ ധരിക്കുന്നവർ എത്രയുണ്ട്, റിപ്പോർട്ട് തയ്യാറാക്കുക. ഇത് കൂട്ടുകാർ ചെയ്യേണ്ട വർക്കാണ്. തഖ്സീസിൽ 2-ാമത്തത് സ്ത്രീരംഗ പ്രവേശവും സ്ത്രീ പീഡനവും എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്ക് തയ്യാറാക്കാം. സ്ത്രീരംഗ പ്രവേശവും സ്ത്രീ പീഡനവും. സ്ത്രീരംഗ പ്രവേശം ഇത്രയധികം ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഭരണരംഗത്ത് സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണെന്നത് കാണാം. കാരണം പ്രകൃതിയും സ്ത്രീയും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. പുറത്തേക്കുള്ള അവളുടെ കാൽവെപ്പ് അവൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനിടയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ പല സംഭവങ്ങളും എടുത്തു നോക്കിയാൽ സ്ത്രീരംഗ പ്രവേശം നമുക്ക് കാണാൻ കഴിയില്ല. സ്ത്രീകളുടെ സുരക്ഷയ്ക്കാണ് ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. അവൾ വീടിൻ്റെ ഐശ്വര്യമാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും നാൾക്കുനാൾ കൂടി വരുന്നു. അവൾക്ക് അവളുടെ വീട് വിട്ടാൽ എവിടെയും സുരക്ഷയില്ല. അവളുടെ ശരീരപ്രകൃതി പുരുഷനിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. അവൾ പുറത്തിറങ്ങുമ്പോൾ പൂർണ്ണ ഹിജാബിലായിരിക്കണം പോകേണ്ടത്. അത് തെറ്റിക്കൽ ശറയിൽ അനുവദനീയമല്ല. മാത്രമല്ല അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. സ്ത്രീ ഒറ്റയ്ക്കാണെന്ന് കണ്ടാൽ അവളെ അപായപ്പെടുത്താനും പീഡിപ്പിക്കാനും നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതുപോലെയുള്ള പല വാർത്തകളുമാണ് നാം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഓരോ ചുവടും എടുത്തു വെക്കേണ്ടത്. ഇസ്ലാമിലെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളും അവൾക്ക് വളരെയധികം സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ്. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.